മെയിൻ റോഡാണിത്. ഈ റോഡിൽ ചിറ്റാറ് വരെയും കാട് കയറി കിടക്കുകയാണ്. ഒരു മനുഷ്യന് നടന്നു പോകാൻ പോലും സ്പേസ് ഇല്ല. ഇതാ കണ്ടോ, ഇത് ഒരാൾ വാഹനം വരുമ്പോഴേ മാറാൻ പോലും സ്ഥലമില്ല. അതോ തലങ്ങും വിലങ്ങും വാഹനം പോകുന്ന ഒരു റോഡുമാണ്. എപ്പോഴും വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടോറസ് പോലുള്ള വലിയ ലോറികളും ഒക്കെ പോകുമ്പം വേണ്ട ജനങ്ങൾ ഭയന്നാണ് നടന്നു പോകുന്നവർ വരുന്നത്. ഈ ശബരിമല അവലോകന യോഗത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത് ഈ ചിറ്റാർ റോഡിലെ കാട് എല്ലാ വർഷവും അത് എടുക്കുന്നത്, അത് ഈ പ്രാവശ്യം എടുത്തുമില്ല. ആ മനുഷ്യന് വളരെ അപകടകരമായ രീതിയിലാണ്. പക്ഷേ എല്ലാവരും വണ്ടിക്കൊന്നും അല്ലല്ലോ പോകുന്നത്, നടന്നു പോകുന്നവരും ഉണ്ട്. അവരെയൊന്നും പരിഗണിക്കണ്ടേ? അതുകൂടാതെ ഈ റോഡ് വൃത്തിയായി സംരക്ഷിക്കേണ്ടത് അധികാരികളുടെ കടമയല്ലേ? ഇത് ചെയ്യുന്നില്ല. അധികാരികൾ ചെയ്യാതെ ജനങ്ങളുടെ ടാക്സ് അല്ല, ഈ റോഡേ നടന്നു പോകാൻ പറ്റത്തില്ലെന്ന് പറയാം. കാട് എന്തോ ചെയ്യാനാ? ഞാൻ പറയുമായിരുന്നു, ഗവൺമെൻറ് ഇതിനൊരു നടപടി ഉണ്ടാകണ്ടേ? കണ്ടോ, ആരോട് പറയാനാ? പിന്നെ അതുകൂടാതെ വേറൊരു ഓപ്ഷനുള്ളത്, അവനവൻ്റെ വീടിൻ്റെ മുന്നിലെ കാട് അവരവരെടുക്കണം. ഇതാ ഭാഗ്യത്തിൽ അതിൻ്റെ ഇത്ര ഇടയിലെ അവർ ആ വസ്തുവിൻ്റെ ഉടമ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും എടുത്താൽ തന്നെ അതും സർക്കാരിൻ്റെ തോളയിലോട്ട് വെക്കാതെ സർക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷേ സർക്കാർ ചെയ്യുന്നില്ല എങ്കിൽ ജനങ്ങൾ സംഘടിച്ച് വേണ്ടുന്ന സംവിധാനമാണ്. ഇത് ഈ ഇവിടുത്തെ മാത്രം കാര്യമല്ല, അങ്ങോട്ട് ഇത് തന്നെയാണ്. അതാ ഇത്ര ഇടയിലെ കാർഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ നടന്നു പോകുന്നവൻ്റെ കാര്യം ഇതേപോലെ കാർഡ് എടുത്തിടുമായിരുന്നെങ്കിൽ നടന്നു പോകാൻ പ്രശ്നമില്ല. വാഹനം വരുമ്പോൾ സൈഡിലോട്ട് മാറാം. ഇത് മാറാനും പറ്റത്തില്ല. ഉണ്ടോ, എങ്ങോട്ട് മാറും? നടന്നു പോകുന്ന കാര്യം വേണമെങ്കിൽ കാട്ടിച്ചാടി കയറിക്കോണം. ഇവിടെ എല്ലാം കുഴികൾ. അതുകൊണ്ട് അധികാരികൾ അടിയന്തരമായിട്ട് ഈ ഒരു കാര്യത്തിൽ യാത്രക്കാരൻ്റെ യാത്ര സുരക്ഷിതമാക്കേണ്ടത് PWDയുടെ കാര്യമാണ്. കണ്ടോ, ഇത് കണ്ടോ കിടക്കുന്ന ഇതിലേക്ക് ഇവിടെ നിന്നൊക്കെ വാഹനം വന്നാൽ എങ്ങനെ മാറും? ഇതാ കണ്ട. അപ്പം ഈ സൈഡ് കാർഡ് എടുക്കുവാൻ അധികാരികൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. നടന്നു പോകുന്നവരും മനുഷ്യരാണ്, അവരുടെ ജീവന് സംരക്ഷണം ആവശ്യമാണ്. അപ്പം നടന്നു പോകുന്നവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നടക്കുന്നതിൻ്റെ അനുഭവത്തിലാണ് ഈ പറയുന്നത്.